സിനിമയുടെ വിഷയമൊക്കെ അതാണ് ചർച്ച ചെയ്യുന്നത്. ഹൈലൈറ്റ് ചർച്ച ചെയ്യാൻ പ്ലാറ്റ്ഫോം വേടനെ കൂടെ നിൽക്കാൻ വേറെ ഇതിപ്പോൾ നിൽക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കഴിഞ്ഞ ദിവസം ഈ പാട്ട് ഇറങ്ങി ട്രെൻഡിങ് ആയപ്പോൾ തന്നെ ഇപ്പം വീണ്ടും ഈ ഒരു വേടൻ്റെ വിഷയം സംസാരമായിട്ടുണ്ട്. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അതിനൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്നല്ല പറയേണ്ടത്. വേടൻ ഈ സിനിമയും വേടനുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. വേടൻ പറഞ്ഞ രാഷ്ട്രീയമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ അത് കൂടുതൽ പറഞ്ഞാൽ സ്പോയിലറായിരുന്നു അല്ലേ? അത് കാണുന്നവർക്കറിയാം. വേടൻ്റെ രാഷ്ട്രീയവും ഈ സിനിമയുടെ രാഷ്ട്രീയവും തമ്മിൽ ഭയങ്കരമായിട്ട് ബന്ധമുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഓഫ് കോഴ്സ് കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ്, എലമെന്റ്സ് എല്ലാം ഇതിലുണ്ട്. ജെക്സിയുടെ മ്യൂസിക്കിൽ തന്നെ വേടൻ കമ്പോസ് വരികൾ വരുമ്പോൾ പാടുന്നതിന് സാധാരണ സിനിമാ പാട്ട് ആ സ്വഭാവത്തിലുള്ള ഒരു പാട്ടൊരു കേട്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഈ സിനിമയുടെ കഥയുമായ കഥയുടെ പശ്ചാത്തലമായിട്ട് ഏറ്റവും കൂടുതൽ ചേരുന്ന കഥാപാത്രങ്ങൾ തന്നെ പാടുന്നത് പോലെയുള്ള അവരുടെ തന്നെ ട്രഡീഷണൽ പാട്ടുകളും വരികൾ തപ്പിയെടുത്ത് കഴിഞ്ഞ് റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെയാണ് ഒരു എഫോർട്ട് ശരിക്കും പലപ്പോഴും നമ്മളെടുക്കുന്ന പണിയുണ്ടല്ലോ. ഒരു നമ്മുടെ പിന്നാലെ നമ്മളെടുക്കുന്ന പണി പലപ്പോഴും സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പണിയുണ്ട്. ആ തരത്തിലെടുത്തിട്ടുള്ള ജോലിയെല്ലാം വളരെ നന്നായിട്ട് വർക്കായി നമുക്ക് ശരിയാണ്. പൊളിറ്റിക്കൽ മൂവിയാണ്, പൊളിറ്റിക്കൽ ബേസ്ഡ് മൂവിയാണ്. അപ്പോൾ അത് പ്രസന്റ് ചെയ്യാൻ അത് ഭയങ്കര സെൻസിറ്റീവിറ്റി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പ്രസന്റ് ചെയ്തപ്പോഴത്തേക്കും ഓവറോൾ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അതാ പറഞ്ഞത്. ഇപ്പം ഒരു ഡോക്യുമെന്റേഷൻ അല്ലല്ലോ, സിനിമയ്ക്ക് ഫിക്ഷൻ എലമെന്റ്. അപ്പം ഞാനെന്താ പറഞ്ഞത്, സിനിമയുടെ ഒരു ലിബേർട്ടി ഉണ്ടല്ലോ, സിനിമയുടെ തിരക്കഥയ്ക്ക് കൊടുക്കാവുന്ന ലിബേർട്ടി, അതെല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ സിനിമയാക്കി. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റർ ആയാലും അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ആയാലും ഒരു ഇൻഫർമേഷൻ ഒരു റിപ്പോർട്ടിംഗ് പോലെ അല്ലാതെ അതിലൊരു ഫിക്ഷൻ എലമെൻറ്റുകളെല്ലാം കൊണ്ടുവന്ന് അതിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും. കാരണം നമുക്ക് കണ്ടു കേട്ട് അറിഞ്ഞ ഒരു സംഭവം വീണ്ടും അതൊരു സിനിമയായിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാള വിഷയം ഈ ഒരു സിനിമയായിരിക്കും ചർച്ച ആവട്ടെ. മലയാളം സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ഷൻ ആയാലും ഇപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാൽ അതെടുത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടൈമിലൂടെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഏതൊരു പടം വന്നാലും നല്ല രീതിക്ക് ചർച്ച ചെയ്യും. ആ നിലയ്ക്ക് ഈ സിനിമ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഈ സിനിമയും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കൂടി നമ്മുടെ സാധാരണ കണ്ടു വളരെ ഡിഫറൻസ്. അതായത് അതേസമയത്ത് തന്നെ എൻ്റർടൈൻമെൻറ്റ് എലമെൻ്റ് എല്ലാം ഈ ഒരു പാക്കേജിലുണ്ട്. നമ്മളൊരു പ്രോഡക്റ്റായിട്ട് ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റായിട്ട് വെച്ചാൽ എല്ലാ എലമെൻറ്റ്സും ഈ സിനിമയിലുണ്ട്. വളരെ നല്ലൊരു എഫേർട്ട്, എല്ലാവരും ഒരുമിച്ച് ഒറ്റയ്ക്കല്ല, എല്ലാവരും ഒരുമിച്ചിട്ട് ചേർന്ന് നിന്നുള്ളൊരു പ്രവൃത്തിയാണ് സിനിമ. ഒരു കൂട്ടായ്മയാണല്ലോ സിനിമ. അപ്പം ഇത് വേറൊരു വലിയ വെല്ലുവിളിയുള്ള ഇങ്ങനെയുള്ള സിനിമകൾക്ക് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊക്കെ മനസ്സിലാവണം. ഈ കണ്ടന്റ് എന്താണെന്ന് പിടികിട്ടണം, എന്താണ് അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ മനസ്സിലാവുകൂടി വേണം. അതിനൊക്കെ നല്ല എഫേർട്ട് എടുത്തപ്പോൾ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ചേരൻ സാറിനെ പോലുള്ള ആൾക്ക് വന്ന് ഈ സിനിമ ചെയ്യാന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെ രാഷ്ട്രീയം മനസ്സിലായതുകൊണ്ടാണ്. ആ നിലയ്ക്ക് ഇനിയും ഇതുപോലത്തെ സിനിമ ഉണ്ടാവട്ടെ. പ്യുവർ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളത് മാറിയിട്ട് ഇപ്പോഴത്തെ കണ്ടന്റ് കൂടി ആഘോഷിക്കണം.